അടുക്കള മാലിന്യം എവിടെ കളയും എന്ന ചോദ്യത്തിന് ഈ വർഷം കേരളം മുഴുവൻ മുഴങ്ങിക്കേട്ട പേരാണ് ബയോക്ലീൻ എന്ന നാച്ചുറൽ കമ്പോസ്റ്റിംഗ് സൊല്യൂഷൻ. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും ദിവസേന നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അടുക്കള മാലിന്യം എവിടെ നിക്ഷേപിക്കും എന്ന ചോദ്യം. പ്രത്യേകിച്ച് ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും മറ്റും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിട്ടും സ്ഥലപരിമിതിയും ദുർഗന്ധവും ഭയന്ന് പലരും അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സിമ്പിൾ ഹോം ഫ്രണ്ട്ലി സൊല്യൂഷനായി ശ്രദ്ധിക്കപ്പെടുന്ന സംവിധാനമാണ് ബയോക്ലീൻ കമ്പോസ്റ്റിംഗ് സിസ്റ്റം. 3 ബിന്നുകളിലായി വരുന്ന ബയോക്ലീൻ ഉപയോഗിച്ച് നിങ്ങളുടെ മുഴുവൻ അടുക്കള മാലിന്യവും ദുർഗന്ധമില്ലാതെ ഈച്ചശല്യമില്ലാതെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കമ്പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബയോക്ലീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു മൈക്രോബിയൽ ബേസ്ഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റം ആണെന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിംഗ് സമയത്ത് ദുർഗന്ധമോ വെള്ളം ചോർന്നൊലിക്കുന്ന പ്രശ്നമോ ഈച്ചയോ പുഴുക്കളോ ഉണ്ടാകുന്നില്ല. ഒരു വലിയ കുഴിയോ സ്ഥലമോ ഇതിനായി ആവശ്യമില്ല. ചെറിയ വീടായാലും ഫ്ലാറ്റ് ആയാലും ബയോക്ലീൻ വളരെ ലോ സ്പേസ് റിക്വയർമെന്റിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കമ്പോസ്റ്റിംഗ് മോഡലാണ്. ദിവസേന അടുക്കളയിൽ നിന്ന് വരുന്ന പച്ചക്കറി വേസ്റ്റും ഇറച്ചി, മീൻ മുതലായവയുടെ അവശിഷ്ടങ്ങളും അതുപോലെ ഡ്രൈ ആയ എല്ലാ വേസ്റ്റും ബയോക്ലീൻ വഴി പ്രകൃതിദത്ത വളമാക്കി മാറ്റും. ഇതിനായി ബിന്നിൽ വേസ്റ്റ് നിക്ഷേപിച്ച ശേഷം ഇതിനോടൊപ്പം ലഭിക്കുന്ന ഇനോക്കുലം അതിനു മുകളിൽ വിതറിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇനോക്കുലം കഴിയുന്ന മുറയ്ക്ക് വീണ്ടും ഇനോക്കുലം മാത്രമായി വാങ്ങാനുള്ള അവസരവുമുണ്ട്. ഓൺലൈനായും നേരിട്ട് വിളിച്ചും ബയോക്ലീൻ സ്വന്തമാക്കാവുന്നതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും തപാൽ മുഖേന ഇപ്പോൾ ബയോക്ലീൻ കമ്പോസ്റ്റർ ലഭ്യമാക്കുന്നുണ്ട്. ഇനി മാലിന്യം എവിടെ കളയും എന്ന ചോദ്യത്തെക്കാൾ മാലിന്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. സത്യത്തിൽ വേസ്റ്റ് ഒരു പ്രോബ്ലം അല്ല, മറിച്ച് ഒരു റിസോഴ്സ് ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരോഗ്യം നിറഞ്ഞൊരു ക്രിസ്മസും സന്തോഷം നിറഞ്ഞൊരു പുതുവത്സരവും ആശംസിക്കുന്നു.